സിലോപ്പിയ ഫ്രൈ, ചൂര ഫ്രൈ, അയല ഫ്രൈ, പോത്ത്, ബീഫ്, പാങ്കോഴി, മുയൽത്തോരൻ, പന്നി, ചിക്കൻ ലെഗ്, കാട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. മെനു കേട്ട് ഞെട്ടണ്ട, ഇനിയുമുണ്ട്, കഴിഞ്ഞിട്ടില്ല. താറാവ്, ലിവർ ഫ്രൈ, പുട്ടുകൾ, ബറോട്ട, ഒറട്ടി, ഇടിയപ്പം, അപ്പം, ചപ്പാത്തി, എല്ലും കപ്പയും. അതെ, എല്ലും കപ്പയും. പല റെസ്റ്റോറന്റുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും രുചി വൈവിധ്യം ഒരിടത്തു നിന്ന് കിട്ടുന്നത് വളരെ വിരളമായിരിക്കാം, അതും വളരെ ചുരുങ്ങിയ വിലയ്ക്ക്. ഈ പോത്തിന്റെയും ബീഫിന്റെയും കളർ കണ്ടോ? കളർ കണ്ടാലേ കഴിക്കാൻ തോന്നും. വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് മുയൽ തോരനാണേ. ഇത് ഈ കാണുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതിനകത്ത് എല്ലൊന്നും അധികം ഇല്ല, ചെറിയ ചെറിയ പീസുകളാക്കി ചിക്കനെ പൊരിച്ചെടുത്തതാണ്. വളരെ ചുരുങ്ങിയ റേറ്റിൽ വയർ നിറച്ച ഫുഡ് കഴിക്കാൻ പറ്റുന്ന നാടൻ ഭക്ഷണശാലയാണിത്. ഈ കാലത്ത് മൂന്നിന് വെറും 60 രൂപ മാത്രമേ ഇവർ ചാർജ് ചെയ്യുന്നുള്ളൂ. 4 വർഷം മുമ്പുള്ള ഒരു ഓർമ്മയാണ് വീണ്ടും എന്നെ ഈ ഷോപ്പിലേക്ക് എത്തിച്ചത്. അന്നത്തെ താരം മുയലിറച്ചിയും വാങ്കോഴി ഇറച്ചിയുമായിരുന്നു. ഇന്നിപ്പോ ഇതുകൂടാതെ മറ്റൊരു റെസ്റ്റോറന്റ് കൂടെ ഇവർ റൺ ചെയ്യുന്നുണ്ട്. അരിഞ്ഞിളക്കിയ കപ്പയും ബീഫും കൂടെ ഒരു പിടി പിടിച്ചാൽ വേറെ ലെവലാണ്. മൂടി തുറന്നപ്പോ ഒരു മണം അടിച്ചു. ഇതാണ് എല്ലും കപ്പയും. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വന്നത് മുയലിറച്ചി ആണെങ്കിലും ഇതിനെ കണ്ടപ്പോ നമ്മൾ ഇതിനെ ചൂസ് ചെയ്യായിരുന്നു. കേരളത്തിലെ പല ജില്ലകളിലും ഇവയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ട്രിവാൻഡ്രത്ത് ഇത് ആദ്യമാണ് ഞാൻ കാണുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ കൈ കഴുകുന്ന വെള്ളത്തിന്റെ കാര്യത്തിലാണ്. മുകളിലെ മലയിലെ ഒരു അരുവിയിൽ നിന്നും 24 മണിക്കൂറും ഒരു ഓസ് വഴി ചെറുതായിട്ട് വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിലാണ് നമ്മൾ കൈ കഴുകേണ്ടിയിരുന്നത് മുന്നേ. ഇപ്പൊ അതേ വെള്ളം തന്നെ ടാങ്ക് വഴി, ടാപ്പ് വഴി നമ്മുടെ കയ്യിലെത്തും. നല്ല ചിൽഡ് വാട്ടർ ആണ് കേട്ടോ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. നല്ല ഇളം വാഴയിലയിൽ എല്ലും കപ്പയും വിളമ്പി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെന്തുടഞ്ഞ കപ്പ പോത്തിന്റെ ഗ്രേവിയുമായിട്ട് ഇഴുകി ചേർന്നൊരു ഫീല്. നല്ല രസമുണ്ട് കേട്ടോ. എല്ലും കപ്പയാണെന്ന് പറഞ്ഞാലും എല്ലിന്റെ പീസ് 1-2 കിട്ടിയിട്ടുള്ളൂ. പോത്തിന്റെ ഇറച്ചിയാണത്തെ കുറെ അധികം കിട്ടിയായിരുന്നു. പോത്തിന്റെ പീസാണ് കേട്ടോ, പോത്തിന്റെ പീസാണ്. എല്ലാം മാത്രമല്ല രേഷ്മ കഴിക്കാനായി ചൂസ് ചെയ്തത് ഊണാണ്. അവിയല്, തോരൻ, അച്ചാറ്, ഇളക്കിയ കപ്പ. ഇത്രയ്ക്ക് റേറ്റായി വരുന്നത് 60 രൂപയാണ്. 40 രൂപയാണ് മീനിന് വിലയായി വരുന്നത്. കറിയൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം എടുത്ത് വിളമ്പി കഴിക്കാവുന്നതാണേ. ഇവരുടെ സർവീസൊക്കെ വളരെ നല്ലതായിരുന്നു. കുഞ്ഞിന് പ്രത്യേകിച്ചൊരു ഇല വേണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ അവർ തന്നായിരുന്നു. എന്നിട്ട് അവന് വിളമ്പിയും കൊടുത്തു. അതിനൊന്നും പ്രത്യേകം ചാർജൊന്നും ഈടാക്കിയും ഇല്ല. ഇവിടുത്തെ ആംബിയൻസും വളരെ തരക്കേടില്ലാത്തതായിരുന്നു കേട്ടോ. എല്ലും കപ്പി അത്യാവശ്യം എരിവുണ്ടേ, അതുകൊണ്ട് ഒരു ബോട്ടിൽ ചിൽഡ് വാട്ടർ വാങ്ങിക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല എരിവുണ്ട്, അടിപൊളിയാണ്. ഇതിനെല്ലാം കൂടെ വിലയായി വന്നതാണ് എന്നെ അതിശയപ്പെടുത്തിയത്. എല്ലും കപ്പ 120, ഊണ് 60, 40 രൂപയ്ക്ക് മീന്, 20 രൂപ വെള്ളം, 240 രൂപയാണ് ടോട്ടൽ ആയിട്ടുള്ളത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ആകുന്നുണ്ട്. പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രം വെള്ളറടയ്ക്ക് സമീപം കിളിയൂര് കഴിഞ്ഞ് കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാല എന്നാണ് ഹോട്ടലിന്റെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.